എമ്പുരാൻ കണ്ടു. അപ്പം സിനിമ കാണണോ വേണ്ടയോ എന്നുള്ളൊരു സംശയത്തിലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം കുറെ പേര് പറഞ്ഞു ഇതൊരു സാത്താൻ സേവ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സിനിമയാണ്, തീവ്രവാദമാണ്, വയലൻസ് ആണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞങ്ങള് അത് കാണണോ വേണ്ടോ എന്നുള്ള ആ ഒരു ഇതിലായിരുന്നു. അതുകൊണ്ട് ഞങ്ങള് ഇത്ര ദിവസം കണ്ടില്ല. അപ്പൊ കട്ട് ചെയ്ത പോർഷൻ ഞങ്ങൾ കണ്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കട്ട് ചെയ്യാത്തയായിരുന്നു കാണണ്ടേ. കട്ട് ചെയ്താണോ കണ്ടതെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും അറിയാൻ പാടില്ല കേട്ടോ. എനിവേ ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ ഈ മതതീവ്രവാദമാണ് സാത്താൻ സേവ എന്നൊക്കെ പറയണമെങ്കിൽ കണ്ണുപൊട്ടം പറയാതിരിക്കണം. കാണുന്നത് സൂപ്പർ സിനിമയാണ്. സൂപ്പർ റൈറ്റിംഗ്. അപ്പൊ പൃഥ്വിരാജിന്റെ ഡയറക്ഷൻ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മലയാളത്തില് നമ്മുടെ നടന്മാര് ഇത്രയും വലിയൊരു സ്റ്റൈലില് നമുക്ക് ചിന്തിക്കാവുന്നതിനപ്പുറം നമ്മുടെ ഒരു മലയാള സിനിമ വരിക എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു അഭിമാനമാണ്. പിന്നെ വീട്ടിലൊക്കെ എല്ലാവരും കണ്ടു, നാട്ടിലുള്ള ഞങ്ങളുടെ കസിൻസും പിന്നെ അനിയത്തിമാരും ഒക്കെ കണ്ടു. എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. അങ്ങനെ ഞങ്ങളും കണ്ടു. സൂപ്പർ പടമാണ്, നിങ്ങള് മിസ് ചെയ്യല്ലേ. സൂപ്പർ സിനിമ ശരിക്കും. ആയിരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലാലേട്ടനെയും പൃഥ്വിരാജിനെയും ഒക്കെ കരിവാരിത്തേക്ക് അവരിടിച്ചു നിർത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഒരു ക്യാമ്പയിൻ ചെയ്യണ പോലെ തോന്നുന്നു. ക്യാമ്പയിൻ അല്ല, വേറൊന്നുമല്ല. കാരണം കുറച്ചുപേര് വളർന്നു വരുമ്പോൾ നമ്മൾ സാധാരണക്കാരെന്ന നിലയിൽ നമുക്ക് സൂപ്പർ സിനിമ. എന്റെ റിവ്യൂ അതിൽ കൂടുതൽ ഞങ്ങൾക്ക് അറിയത്തില്ല, പക്ഷെ നല്ല സൂപ്പർ സിനിമ കണ്ടിട്ട് സൂപ്പർ സിനിമ. ഹോളിവുഡ് പറഞ്ഞ അത്രയും ഡയറക്ടർ ബ്രില്യൻസും എന്താ പറയാ അല്ലേ, അത്രയും നല്ല ഭംഗിയായിട്ട് എടുത്തു വെച്ചാൽ ഇതുപോലെ സിനിമ മലയാളത്തിൽ വരുമോ അല്ലേ. എല്ലാവരും അടിപൊളി. നമ്മളെല്ലാവരും അടിപൊളിയാട്ടോ. ടോവിനോ, ബൈജു, മഞ്ജു വാര്യർ, എല്ലാവരും ഓരോ കുഞ്ഞു ക്യാരക്ടർ. ക്രൂ സെലക്ഷൻ വരെ വളരെ സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആന്റണി പെരുമ്പാവൂരിനെ എങ്ങനെ ചിത്രീകരിച്ചിരുന്നു. ആന്റണി പെരുമ്പാവൂരിന്റെ മോൻ തന്നെ വന്നേക്കുന്നത് പെരുമ്പാവൂരിനെ കൊണ്ടുവന്നത് മോശമായിപ്പോയി എന്നൊക്കെ ഞങ്ങൾ യൂട്യൂബിൽ പലരും ഇട്ടേക്കുന്ന കണ്ടു കേട്ടോ. പക്ഷെ അതിനകത്ത് ഞങ്ങൾക്ക് കണ്ടിട്ട് അതിനകത്തൊരു ബുദ്ധിമുട്ട് തോന്നിയില്ല. മോനാണ് ലാസ്റ്റ് വരുന്നത്. കഥ പറയാൻ പാടില്ല കേട്ടോ, നമ്മള് റിവീൽ ചെയ്യാൻ പാടില്ല. ഞങ്ങളെ കണ്ട ഒരു എക്സൈറ്റ്മെന്റിൽ അറിയാൻ ചേട്ടൻ പറഞ്ഞതാണ്. എത്രയും പെട്ടെന്ന് പോയി കാണുക. സിനിമയാണ്. പൃഥ്വിരാജിനെ സപ്പോർട്ട് ചെയ്യാം. നമ്മുടെ